നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗീകരിച്ചു. സമ്പൂർണ്ണ സൈനിക പിന്മാറ്റവും ഗാസയുടെ പുനർനിർമ്മാണവും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ റഷ്യ വിട്ടുനിന്നു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഗാസയിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇത് വിജയിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം മുന്നോട്ട് വെച്ച 3 ഘട്ടവുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം. ആദ്യത്തെ 6 ആഴ്ച വെടിനിർത്തലിനോടൊപ്പം ഇസ്രയേൽ ജയിലുകളിലേക്കുള്ള പാലസ്തീൻ പൗരന്മാരെയും ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രയേലി പൗരന്മാരിൽ ചിലരെയും വിട്ടയക്കണം. 2ാം ഘട്ടത്തിലെ സുവർണ വെടിനിർത്തലിൽ ബാക്കി ബന്ദികൾ കൂടി വിട്ടയക്കണമെന്നാണ് നിർദ്ദേശം. ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ പുനർനിർമ്മാണമാണ് 3ാം ഘട്ടം. നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പ്രമേയത്തോട് ആദ്യം അനുകൂലമായി പ്രതികരിച്ച ഹമാസ് ഈ 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഇസ്രയേലും ഹമാസും എത്രയും വേഗം ഈ പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ ഉപാധികൾ വെക്കാതെ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. അതിനിടെ ഗാസയിൽ വെടിനിർത്തലിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ US കൂടുതൽ ഊർജിതമാക്കി. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലെത്തി പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ചർച്ച നടത്തി. സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് തടയണമെന്ന് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു. ഈജിപ്തിലെത്തി പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസിയെ കണ്ട ശേഷമാണ് ബ്ലിങ്കൻ ഇസ്രയേലിലേക്ക് തിരിച്ചത്. ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളും ബ്ലിങ്കൻ സന്ദർശിക്കും. മെയ് 31-ന് US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിയിന്മേലുള്ള ചർച്ച എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് ഇരുപക്ഷത്തും സമ്മർദ്ദം ശക്തമാക്കാൻ ബ്ലിങ്കന്റെ സന്ദർശനം. എന്നാൽ ഈ വിഷയത്തിൽ ബ്ലിങ്കൻ മുൻപ് നടത്തിയ ദൗത്യങ്ങളെല്ലാം തന്നെ പരാജയമായിരുന്നു. മധ്യ ഗാസയിലും കിഴക്കൻ റാഫയിലും ഇസ്രയേൽ സൈന്യം ബോംബിങ്ങും ഷെല്ലാക്രമണവും നടത്തി തുടരുകയാണ്. 24 മണിക്കൂറിൽ 40 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 218 പേർക്ക് പരിക്കേറ്റു. 9ാം മാസത്തിലെത്തിയ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പാലസ്തീനുകാരുടെ എണ്ണം 37,124 പരിക്കേറ്റവർ 84,712. യുദ്ധം ലെബനനിലേക്കും കൂടി വ്യാപിച്ചേക്കുമെന്ന ആശങ്ക USനുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ളും ഇസ്രയേൽ സൈന്യവുമായുള്ള സംഘർഷം രൂക്ഷമാണ്. ഗാസയിലേക്ക് സഹായം എത്തിക്കാനുള്ള തടസ്സങ്ങൾ നീക്കാൻ രാജ്യാന്തര ശ്രമം വേണമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. റാഫ ആക്രമണം ആരംഭിച്ചതോടെ ഈജിപ്ത് അതിർത്തി വഴി ഗാസയിലേക്കുള്ള സഹായ വിതരണവും നിലച്ചിരുന്നു.